ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കുറഞ്ഞ തുണിയിൽ നമുക്ക് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇന്ന് ഞാൻ എടുക്കുന്ന തുണി 1 മീറ്ററിൽ താഴെയാണ് ഉള്ളത്. ഇതൊരു ബ്ലൗസിൻ്റെ സാരിയുടെ കൂടെ തന്നെ കിട്ടിയ നമുക്കൊരു ബ്ലൗസിൻ്റെ തുണിയായിരുന്നു. അത് 1 മീറ്ററിൽ കുറവായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറഞ്ഞ തുണിയിലും നമുക്ക് എങ്ങനെ സ്ലീവ്സിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കെങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 1 മീറ്റർ ലൈനിങ്ങും എടുത്തു. ഇനി ലൈനിങ് നമുക്ക് ആവശ്യത്തിനുള്ള സീമിങ് എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആവശ്യത്തിനുള്ള വീതിയിൽ നമുക്കിതുപോലെ 2ആയി മടക്കി വെച്ചിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം കഴുത്തകലം 3, ഷോൾഡർ അകലം 6, കൈക്കുഴി 6 എന്നിവ മുഖം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആം ഹോൾ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ വണ്ണം പ്ലസ് ഒരു 3 സീമിങ് എലമെൻറ്റ്സും കൂടെ ഞാൻ കൊടുത്തു. ഇനി താഴോട്ട് ഉള്ള അരവണ്ണം അതും ഞാൻ 7 അല്ലെങ്കിൽ 8 പ്ലസ് ഒരു 3 ഇഞ്ചും കൂടെ ചേർത്താണ് ഞാനിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് എന്നിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം ഫ്രണ്ടിലത്തെ നെക്ക് ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 9 ഇഞ്ച് ഇറക്കത്തിലാണ് ഒരു സർക്കിൾ പോലെ ഞാൻ വരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിൽ നമ്മളിതുപോലെ കൈക്കുള്ള വണ്ണം ആദ്യം നമ്മൾ കൈക്കുള്ളതാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള നീളം നോക്കിയപ്പം നമുക്ക് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഫുൾ നമ്മുടെ കൈ തയ്ക്കേണ്ട അത്ര നീളം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. 10 അല്ലെ 11 ഇഞ്ച് ഇറക്കം വേണം. അതുകൊണ്ട് അതിനെ ഇതുപോലെ 4ആയി ഇട്ടിട്ട് നമ്മളിതുപോലെ അളന്ന് നോക്കി എത്രത്തോളം ഇഞ്ച് കൂടെ നമ്മൾ സൈഡിലോട്ട് വേറെ തുണി പിടിപ്പിക്കണം എന്നുള്ളത്. അതിനുശേഷം ഇതുപോലെ 2ആയി മടക്കി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നീളം, എൻ്റെ കേസിൽ ഞാൻ 12 ഇഞ്ച് തന്നെയാണ് കൈയുടെ നീളം ഞാൻ കൊടുക്കുന്നത്. അതെന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ആ പീസ് തുണി നമ്മൾ മുറിച്ച് വെച്ചു. അതിനുശേഷം വന്ന ബാക്കിയുള്ള തുണിയിൽ നമ്മൾ ബോഡി കട്ട് ചെയ്തെടുക്കും. അതിന് വേണ്ടി ഞാൻ ഒരു സാരിയുടെ ഒരു ബോർഡറിൽ ഒരു ചെറിയൊരു ബോർഡർ വരുന്നത് ഞാൻ ബാക്ക് സൈഡിൽ താഴെ വരുന്നത് പോലെ ഇതുപോലെ മടക്കി ഇട്ടിട്ട് ലൈനിങ് വെച്ചിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ടിലെ തുണിയിൽ ഞാൻ കൈയുടെ അവിടെ ഞാൻ 1 ഇഞ്ചും കൂടെ ഇറക്കി ഇതുപോലെ
മുറിച്ചെടുക്കുകയാണ്, തുടിഞ്ഞൊന്നും കിടക്കാതിരിക്കാൻ വേണ്ടി. ഇനി കൈയുടെ എങ്ങനെയാണ് നമ്മൾ തുണി വെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള തുണി നമ്മളിതുപോലെ 4 പീസ് ഇതുപോലെ 2 കൈക്കും വേണ്ടി ഈ ബോർഡറിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ബോർഡർ നമ്മുടെ കൈയുടെ അവിടെ കാണുകയും ചെയ്യും. എന്നാൽ ബാക്കിയുള്ള തുണി നമുക്ക് ഇങ്ങനെ തയ്ച്ച് വെച്ചാൽ അറിയത്തതുമില്ല. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു 4 പീസ് തുണി എടുത്ത് 2 സൈഡിലുമായിട്ട് 2 കൈയുടെയും തയ്ച്ച് വെച്ചു. എന്നിട്ട് ആവശ്യത്തിനുള്ള നീളം നമുക്ക് തുണിക്കിപ്പോൾ ആയി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള നീളം ഞാൻ കൊടുത്തു. 11 അല്ലെങ്കിൽ 10 ഇഞ്ച് മതിയാകും. പിന്നെ അതിനുശേഷം താഴെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വളച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആവശ്യത്തിനുള്ള കൈവണ്ണം 6 + ഒരു 3 ഇഞ്ച് സീമിങ് അലവൻസോടെ ചേർത്ത് നമ്മളിതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് തന്നെ നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ഇരുന്നോളും, മുറിഞ്ഞൊന്നും തുണിക്കൊന്നും പറ്റത്തില്ല. അതിനുവേണ്ടി കൈക്കും ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് സൈഡിലെ നെക്ക് നമുക്ക് ഒരു ഡിഫറെൻ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒരു ഹോള് പോലെ ബാക്കിൽ കൊടുക്കുന്നത് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് എനിക്ക് തോന്നി കുറച്ചും കൂടെ വലിയ ഹോള് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് ഒന്നും കൂടെ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. അതിനെ ഞാൻ മടക്കി വെച്ചിട്ട് പലപ്പോഴായിട്ട് ഞാനിതുപോലെ വരച്ചു കൊടുത്തു, ശരിയാവുന്നില്ല, പിന്നെയും വരച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനത് ഒരു സർക്കിള് പോലെ ആക്കിയിട്ട് വെട്ടുന്നതാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതാണ് ഒട്ടും തന്നെ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ചെയ്താലുള്ള കുഴപ്പം. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെയോ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് വെട്ടിയെടുത്തു. ഇനി അത് നമുക്ക് തയ്ക്കാൻ വേണ്ടി ആദ്യം അകത്തെ ഹോള് ഇതുപോലെ തയ്ച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ അതിന് വേണ്ടി ഞാനിതുപോലെ ജസ്റ്റ് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വളച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് തയ്ച്ചു. അതിന് ശേഷം ഞാൻ 2 പീസ് ഒരു ബാലൻസ് വന്ന ലൈനിങ്ങിൽ നിന്ന് 2 ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഹുക്കിൻ്റെ അവിടെ ഇതുപോലെ അടിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്ത് 2 പടി ഉണ്ടാക്കി. അതിനുശേഷം ഷോൾഡറും ഇതുപോലെ 2 ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും തമ്മിൽ യോജിപ്പിച്ചു. ഷോൾഡറും അതിനുശേഷം 2 കൈയും ഞാൻ ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ തയ്ച്ചായിരുന്നു. അത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും അത് തമ്മിൽ യോജിപ്പിച്ച് തയ്ച്ച് വെക്കാം. അതിനുശേഷം 2 ഷോൾഡറും ഇതുപോലെ തയ്ച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു ലോങ് ആയിട്ടുള്ള ഒരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് നമുക്ക് കഴുത്തിൻ്റെ അവിടെ നമ്മൾക്കിതുപോലെ തയ്ച്ചു കൊടുക്കാം. നല്ല വശത്ത്
ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് തയ്ച്ചിട്ട് മടക്കി കൈത്തയ്യൽ വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് നമ്മൾ ബാക്ക് സൈഡിലും ഇതുപോലെ ഫ്രണ്ടിലെയും താഴത്തെ വശവും നമ്മളിതുപോലെ നല്ല വശം വെച്ച് തയ്ച്ചിട്ട് മറച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അഴുക്ക് വശം ഇതുപോലെ വെച്ചിട്ട് നമുക്കിതുപോലെ ആവശ്യത്തിനുള്ള വണ്ണം നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് 4 സൈഡും നമുക്ക് 2 സൈഡും നമുക്കിതുപോലെ തയ്ച്ചു കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ തുണിയൊന്നും അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കിനും തുണിയൊന്നും മാറാതെ ഇരുന്നോളും. ഞാൻ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്, നമുക്കത് നോക്കിയാൽ കാണാം. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നതിൽ കൂടെ പിന്നെ ഞാൻ തയ്ച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കൈത്തയ്യൽ തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതുപോലെ താഴത്തെ പീസിൻ്റെ അറ്റം ഇതുപോലെ മടക്കി അടിച്ചിട്ട് നമുക്ക് ഇതുപോലെ മടക്കി തയ്യൽ അകത്ത് വരുന്നത് പോലെ നമ്മളിതുപോലെ മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് സൂചിയും നൂലും വെച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ പകൽ ഷൂട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് കുറച്ചും കൂടെ കളർ ഉള്ളത്. ഇനി താഴെ നമ്മൾ കൈത്തയ്യൽ വെച്ച് തയ്ച്ചതുപോലെ തന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ വശവും ഞാനിതുപോലെ കൈത്തയ്യൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാണ് സാരിയുടെ യഥാർത്ഥമായിട്ടുള്ള കളറ്. ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ്. ബാക്ക് സൈഡിൽ ഞാനൊരു ബട്ടൺസ് പോലെ ഈ സാരിയുടെ പീസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബയലാസ്റ്റിക് വെച്ചിട്ട് അത് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഉടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.